പകുതി വില തട്ടിപ്പ് കേസിൽ ഉന്നതരെ കുടുക്കി അനന്തകൃഷ്ണന്റെ മൊഴി. മാത്യു കുഴൽനാടൻ MLA 7 ലക്ഷം രൂപ വാങ്ങിയെന്ന് അനന്തകൃഷ്ണൻ മൊഴി നൽകി. തെരഞ്ഞെടുപ്പ് ഫണ്ടിനായി 45 ലക്ഷം രൂപ വാങ്ങിയ ഡീൻ കുര്യാക്കോസ് MP 15 ലക്ഷം രൂപ മാത്രം തെരഞ്ഞെടുപ്പ് ഫണ്ടിലേക്ക് നൽകിയെന്നും മൊഴിയുണ്ട്. ഫ്രാൻസിസ് ജോർജ് MPക്ക് തെരഞ്ഞെടുപ്പ് ഫണ്ടിനായി 9 ലക്ഷം രൂപ നൽകിയെന്നും അനന്തു പോലീസിൽ മൊഴി നൽകി. ഇതുമായി ബന്ധപ്പെട്ട കോൾ റെക്കോർഡിംഗുകളും വാട്സ്ആപ്പ് ചാറ്റുകളും പോലീസ് കണ്ടെത്തി. വിശദാംശങ്ങൾ സൂക്ഷിച്ചത് ക്ലൗഡ് സ്റ്റോറേജിലാണെന്ന് അനന്തകൃഷ്ണൻ മൊഴി നൽകി. കൂടുതൽ വിവരങ്ങളുമായി കൊച്ചിയിൽ നിന്ന് സഹിൻ ആന്റണി ചേരുകയാണ്. സഹിൻ, ഇത് സംബന്ധിച്ച തെളിവുകളെല്ലാം പോലീസിന്റെ പക്കലുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. ഇനി ഈ നേതാക്കളിലേക്ക് കൂടി അന്വേഷണം പോവുകയാണ്. സ്വാഭാവികമായും അങ്ങനെ തന്നെയാണ് മനസ്സിലാകുന്നത്. പോലീസിന് ഇത് സംബന്ധിച്ചുള്ള തെളിവുകൾ ശേഖരിക്കാൻ കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ് അറിയാൻ കഴിയുന്നതും. മാത്യു കുഴൽനാടൻ MLAക്ക് അദ്ദേഹത്തിന് 7 ലക്ഷം രൂപ അദ്ദേഹം കയ്യിൽ വാങ്ങി എന്നുള്ളതാണ്, പണമായി വാങ്ങി എന്നുള്ളതാണ് അനന്തകൃഷ്ണൻ നൽകിയിരിക്കുന്ന മൊഴി. ഒപ്പം തന്നെ ഡീൻ കുര്യാക്കോസ് MP അദ്ദേഹം 45 ലക്ഷം രൂപയാണ് തെരഞ്ഞെടുപ്പ് ഫണ്ടിലേക്കായി വാങ്ങിയത്. ഇതിൽ തന്നെ 15 ലക്ഷം രൂപയെ അദ്ദേഹം തെരഞ്ഞെടുപ്പ് ഫണ്ടിൽ കൊടുത്തുള്ളൂ എന്നുള്ള ഒരു മൊഴിയും നൽകിയിട്ടുണ്ട്. കൂടാതെ ഫ്രാൻസിസ് ജോർജ് MP അദ്ദേഹം 9 ലക്ഷം രൂപ വാങ്ങി എന്നുള്ളതാണ് മാത്യു കുഴൽനാടൻ ഈ അനന്തകൃഷ്ണന്റെ മൊഴി. എന്തായാലും കൂടാതെ മറ്റൊന്ന് പറഞ്ഞിരിക്കുന്നത് അവിടുത്തെ ഒരു പ്രാദേശിക യൂത്ത് കോൺഗ്രസ് നേതാവിനെ കുറിച്ചാണ്. കൈവായ്പയായി 5 ലക്ഷം രൂപ ഈ യൂത്ത് കോൺഗ്രസ് നേതാവ് വാങ്ങി പല ഘട്ടങ്ങളിലായി. ഈ പണം തിരിച്ചു ചോദിച്ചപ്പോൾ തനിക്ക് ഈ പണം ഇപ്പോൾ നൽകാൻ തന്നെ ഈ പക്കൽ പണമില്ല, തിരഞ്ഞെടുപ്പൊക്കെയാണ് വരുന്നത്, അപ്പോൾ കൂടുതൽ പിരിച്ചിട്ട് തിരിച്ചു തരാം എന്നുള്ള മറുപടി നൽകി എന്നുള്ളതാണ് പറയുന്നത്. ഇതൊക്കെ പറഞ്ഞ് അനന്തകൃഷ്ണൻ പോലീസുകാരോട് പറഞ്ഞ് പൊട്ടിച്ചിരിച്ചു എന്നാണ് അനന്തകൃഷ്ണനോട് ചോദ്യം ചെയ്ത പോലീസുകാർ തന്നെ പറയുന്ന മറുപടി. മറ്റൊന്ന്, ഇത് കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് തെളിവുകളൊക്കെ അനന്തകൃഷ്ണൻ തന്നെ ശേഖരിച്ചും വെച്ചിട്ടുണ്ട്. ക്ലൗഡ് സ്റ്റോറേജിൽ ഇതെല്ലാം ഉണ്ട് എന്നുള്ളത് പോലീസുകാരെ അറിയിച്ചിട്ടുണ്ട്. കൂടാതെ വാട്സപ്പ് ചാറ്റുകളും ഇത് സംബന്ധിച്ചുള്ള ഫോൺ കോൾ റെക്കോർഡിങ്സും എല്ലാം പോലീസിന് കിട്ടിയിട്ടുമുണ്ട്. അതൊക്കെ പോലീസ് ശേഖരിച്ചു കഴിഞ്ഞിരിക്കുന്നു. മാത്രമല്ല, ഇയാളുടെ ഈ ഓഫീസ് വീണ്ടും തുറന്ന് പരിശോധിക്കാൻ വേണ്ടി പോലീസ് കോടതിയിൽ അപേക്ഷ നൽകുമെന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. രുചിഷ, സഹിൻ, ഈ മൊഴിയിൽ എത്രമാത്രം വിശ്വസിക്കാമെന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കാരണം പലപ്പോഴും ഈ അനന്തകൃഷ്ണൻ ഈ നേരത്തെ നേതാക്കളുടെ പേരുകളൊക്കെ ഉണ്ട് എന്ന തരത്തിൽ സൂചന നൽകിയതിന് ശേഷം പുറത്തേക്ക് വരുമ്പോൾ പല പേരുകളും പറയുമ്പോൾ താൻ അവർക്കൊന്നും പണം നൽകിയിട്ടില്ല എന്ന് കൂടി പറയുകയാണ്. പ്രത്യേകിച്ച് ഇയാളൊരു തട്ടിപ്പ് കേസിൽ പിടിക്കപ്പെട്ടേക്കണ ഒരു പ്രതിയാണല്ലോ. അതുകൊണ്ട് തന്നെ ഇയാളുടെ മൊഴി എത്രത്തോളം വിശ്വസിക്കാൻ കഴിയുമെന്ന് പോലീസ് അത് വിശ്വാസത്തിലെടുത്തിട്ടില്ല. എങ്കിൽ കൂടിയും പോലീസിനെ ഇത് സംബന്ധിച്ചുള്ള വിവരങ്ങളും ഒപ്പം തന്നെ ഇത് സംബന്ധിച്ചുള്ള രേഖകളും എല്ലാം ശേഖരിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇയാളുടെ മൊഴി ഇപ്പോൾ വിശ്വാസത്തിലെടുക്കുക എന്നല്ലാതെ മറ്റൊരു പോംവഴിയും പോലീസിന് മുമ്പിലില്ല. എന്തായാലും അനന്തകൃഷ്ണൻ പറഞ്ഞു വെക്കുന്ന മറ്റൊരു കാര്യമുണ്ട്, താൻ പെട്ടു, ഇനി എല്ലാവരും പെടട്ടെ എന്നുള്ളത് തന്നെയാണ് അയാൾ പറയുന്നത്. അതുകൊണ്ട് തന്നെ പോലീസ് കാര്യമായി തന്നെ ഇയാളോട് കാര്യങ്ങൾ പറയിക്കാൻ പോലീസ് ശ്രമിക്കുകയാണ്. പറയുന്നത്രയും പറയട്ടെ, പരമാവധി ശേഖരിക്കാം എന്നുള്ളത് തന്നെയാണ് പോലീസും തീരുമാനിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇയാൾ രാഷ്ട്രീയ നേതാക്കളുടെ അടക്കം പേരുകൾ പറയാൻ തുടങ്ങിയിരിക്കുന്നു. ഇന്നലെ ഇയാളെ ചോദ്യം ചെയ്യലിനായി തെളിവെടുപ്പിനായി കൊണ്ടുവന്നപ്പോൾ ഇയാൾ തന്നെ പറഞ്ഞൊരു കാര്യമുണ്ട്, പല രാഷ്ട്രീയ നേതാക്കൾക്കും താൻ പണം നൽകിയിട്ടുണ്ടോ എന്നുള്ളത്. അതൊരു സൂചനയായിരുന്നു. അതായത് എന്നെ ഇവിടെ നിന്ന് രക്ഷിച്ചില്ലെങ്കിൽ ഞാൻ നിങ്ങളുടെയൊക്കെ പേര് വിളിച്ചു പറയും എന്നുള്ളൊരു സൂചന. അപ്പോൾ സ്വാഭാവികമായും നേതാക്കളൊക്കെ ഓടിച്ചെല്ലും, അല്ലെങ്കിൽ നേതാക്കളുമായി ബന്ധപ്പെട്ട ആളുകൾ ചെല്ലും. ഇത് അയാൾക്ക് കൃത്യമായിട്ട് അറിയാം. കാരണം കേരളത്തിൽ പിടിയിലാകുന്ന ഇത്തരം സാമ്പത്തിക തട്ടിപ്പ് കേസിലെ പ്രതികൾ ചെയ്യുന്ന അതേ സമീപനം തന്നെ, അല്ലെങ്കിൽ അതേ രീതി തന്നെ അനന്തകൃഷ്ണൻ സ്വീകരിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. എന്തായാലും മാത്യു കുഴൽനാടൻ MLAയും ഒപ്പം തന്നെ ഈ ഡീൻ കുര്യാക്കോസ് MPയും അടക്കമുള്ള ആളുകളുടെ പേരെല്ലാം ഇയാൾ പറയുമ്പോൾ അതിന് ചില തെളിവുകൾ പോലീസിന് ലഭിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെയാണ് പോലീസ് ഇത് കാര്യമായി തന്നെ പരിശോധിക്കാൻ തീരുമാനിച്ചത്. എന്തായാലും ഇനി ഈ പറയുന്ന ഇവരെല്ലാം ജനപ്രതിനിധികളാണല്ലോ, അവർക്കും അവരുടേതായ വശങ്ങൾ പറയാനുണ്ടാവും, അവരുടേതായ കാര്യങ്ങൾ പറയാനുണ്ടാവും. മുൻപൊക്കെ ഇത്തരം സാമ്പത്തിക തട്ടിപ്പ് കേസിലെ പ്രതികൾ പറയുമ്പോൾ സ്വാഭാവികമായും 2 മറുപടികളായിരുന്നു ലഭിച്ചിരുന്നത്. ഒന്ന്, ഇതുമായി ബന്ധപ്പെട്ട് തന്നെ കൊടുക്കാൻ ശ്രമിക്കുകയാണ് എന്നുള്ളൊരു മറുപടി, അല്ലെങ്കിൽ ഇയാൾ ചീറ്റിംഗ് കേസിലെ പ്രതിയല്ലേ, ഇയാളുടെ വാക്കുകൾക്ക് എത്ര വിശ്വാസമുണ്ട് എന്നുള്ളൊരു മറുപടി ആയിരിക്കും. ഇതിൽ രണ്ടിലേതെങ്കിലും ഒന്ന് പ്രതീക്ഷിക്കാം ഈ ഘട്ടത്തിൽ. രുചിഷ, സഹിൻ, ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ കോൺഗ്രസ് UDF നേതാക്കൾക്ക് പ്രത്യേകിച്ച് തെരഞ്ഞെടുപ്പ് ഫണ്ടിനായി പണം വാങ്ങി എന്ന് പറയുന്ന കണക്ക് ഒരുപക്ഷെ പാർട്ടിക്ക് ഇത്ര നൽകി എന്ന കണക്ക് ഉണ്ട് എങ്കിൽ ആ ബാക്കിയുള്ള തുകയെക്കുറിച്ച് എന്തായാലും ഒരു അന്വേഷണം നമ്മൾ പ്രതീക്ഷിക്കണം.
അങ്ങനെ അന്വേഷണത്തിലേക്ക് പോകാനുള്ള ഒരു സാധ്യതയൊന്നും പറയാൻ കഴിയില്ല രുചിഷ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കോൺഗ്രസിൻ്റെ ഒരു സ്വഭാവം എന്ന് പറയുന്നത്, പൊതു സ്വഭാവം എന്ന് പറയുന്നത്, ഇത് ഗ്രൂപ്പിൽ നിൽക്കുന്ന ഒരു പാർട്ടിയാണ്. അതുകൊണ്ട് തന്നെ ഡീൻ കുര്യാക്കോസ് ഒരു ഗ്രൂപ്പിൻ്റെ ഭാഗമായി നിൽക്കുമ്പോൾ അയാളെ സംരക്ഷിക്കുന്ന ഒരു വിഭാഗവും ഇയാളെ എതിർക്കുന്ന ഒരു വിഭാഗവും എല്ലാം ഉണ്ടാവും. അത് പാർട്ടിക്കകത്ത് തന്നെയുള്ള ഒരു തമ്മിൽ തല്ലായി തീരാനുള്ള സാധ്യതയെ കാണുന്നുള്ളൂ. എത്രത്തോളം ഇതൊരു പാർട്ടിയിൽ അന്വേഷണത്തിലേക്ക് പോകുമെന്നുള്ളത് ഈ ഘട്ടത്തിലൊന്നും പറയാൻ കഴിയില്ല. പ്രത്യേകിച്ചും ഇതിനെ സംബന്ധിച്ചുള്ള തെളിവുകൾ പുറത്തു വരുന്നത് വരെ അതൊരു കഥ മാത്രമായി അവശേഷിപ്പിക്കാൻ ഇവർക്ക് കഴിയുകയും ചെയ്യും. പ്രത്യേകിച്ച് രാഷ്ട്രീയക്കാരാണല്ലോ, അവർക്ക് അതിൻ്റെതായ ഒരു പ്രത്യേക സാമർഥ്യമെല്ലാം ഉള്ള ആളുകൾ കൂടിയാണ്. അതുകൊണ്ട് അങ്ങനെയൊക്കെ വരുത്തി തീർക്കാൻ അവർക്ക് അതിന് നേരമൊന്നും വേണ്ടി വരില്ല. പക്ഷേ ഏതെങ്കിലും തരത്തിൽ പാർട്ടിയിലേക്ക് ഒരു അന്വേഷണത്തിന് പോകാനുള്ള സാധ്യതയും തള്ളിക്കളയാൻ കഴിയുകയില്ല. അതോടൊപ്പം ഈ പ്രധാനപ്പെട്ട നേതാക്കൾക്ക് നേരെയാണ് ഇത്തരത്തിൽ ഒരു ആരോപണം വരുന്നത്. ഈ പാർട്ടികൾ ഏതെങ്കിലും തരത്തിൽ പ്രതികരിച്ച് തുടങ്ങുന്നുണ്ടോ? കാരണം അവർക്ക് ഇനി ഇത് പ്രതിരോധിക്കേണ്ടി വരും. പ്രത്യേകിച്ച് ഇയാളുടെ മൊഴി എന്ന് പറയുന്നത് നേരത്തെയൊക്കെ ഇത്തരത്തിൽ മൊഴി വന്നപ്പോൾ എൻ രാധാകൃഷ്ണന്റെ പേരൊക്കെ തുടക്കത്തിൽ ഇത് കേട്ടപ്പോൾ, പക്ഷെ പുറത്തു വന്നപ്പോൾ എൻ രാധാകൃഷ്ണൻ സേഫായി. കാരണം കഴിഞ്ഞ ദിവസം നമ്മുടെ തന്നെ മൈക്കിൽ പറയുന്നുണ്ടായിരുന്നു അനന്തകൃഷ്ണൻ എൻ രാധാകൃഷ്ണന് പണം നൽകിയില്ല എന്നതൊക്കെ. അതെ, എൻ രാധാകൃഷ്ണൻ സേഫായി. അദ്ദേഹം ആദ്യ ദിവസം തന്നെ വാർത്താ സമ്മേളനം നടത്തിയപ്പോൾ അദ്ദേഹം പറഞ്ഞിരുന്നു താൻ പണമൊന്നും വാങ്ങിയിട്ടില്ല. എന്തായാലും അനന്തകൃഷ്ണൻ ഇത് പറഞ്ഞതോടുകൂടി എൻ രാധാകൃഷ്ണൻ തൃശങ്കുവിലായിരുന്ന എൻ രാധാകൃഷ്ണൻ സേഫായി മാറി. അദ്ദേഹം തന്നെ പറയുന്നു പണവും പോവും മാനവും പോകും എന്നാണ് പ്രതീക്ഷിച്ചുകൊണ്ടിരുന്നത്. പണം എന്തായാലും പോയി, മാനം തിരിച്ചു കിട്ടും എന്നുള്ളൊരു പ്രതീക്ഷ ഇപ്പോഴുണ്ട് എന്നുള്ളത് ആനന്ദകൃഷ്ണൻ്റെ ഈ വെളിപ്പെടുത്തൽ വന്നതിന് ശേഷം അദ്ദേഹം തന്നെ പറയുന്നുണ്ട്. അപ്പോൾ ഇനി ഇത് സംബന്ധിച്ചുള്ള രേഖകളൊക്കെ ഇനി പോലീസ് കണ്ടെത്തിയിട്ടുണ്ടോ എന്നൊന്നും പറയാൻ കഴിയില്ല. നമ്മുടെ പോലീസാണ് ഇതെല്ലാം കേട്ടിരിക്കും. അവസാനമായിരിക്കും ഇവരുടെ കയ്യിലുള്ള വജ്രായുധങ്ങളൊക്കെ പുറത്തേക്ക് ഇറക്കുക. അത് മാധ്യമങ്ങൾ വഴി തന്നെ ഇവർ പുറത്തേക്ക് എത്തിക്കുകയും ചെയ്യും. അങ്ങനെ വല്ലതൊക്കെ ഉണ്ടെങ്കിൽ ഇവർ പെടും. അല്ലെങ്കിൽ ഈ പറയുന്ന നേതാക്കളെല്ലാവർക്കും സ്വസ്ഥവും സുഖവുമായി കിടന്നുറങ്ങാൻ പറ്റും. എന്തായാലും പ്രധാനപ്പെട്ട 3 UDFന്റെ പ്രധാനപ്പെട്ട നേതാക്കൾക്ക് നേരെയാണ് ഇപ്പോൾ അനന്തകൃഷ്ണന്റെ മൊഴി വന്നിരിക്കുന്നത്. ലക്ഷക്കണക്കിന് രൂപ ഇവരൊക്കെ വാങ്ങിച്ചിട്ടുണ്ട് എന്ന് അനന്തകൃഷ്ണൻ പോലീസിന് മൊഴി നൽകി. ഇത് സംബന്ധിച്ച രേഖകൾ കോൾഡ് സ്റ്റോറേജിൽ സൂക്ഷിച്ചിട്ടുണ്ട് എന്നും അനന്തകൃഷ്ണൻ പോലീസിന് മൊഴി നൽകി. തെളിവുകൾ പോലീസിന് ലഭിച്ചിട്ടുണ്ട് എന്നാണ് ഇപ്പോൾ വരുന്ന വിവരം. സഹിൻ ആന്റണിയാണ് വിവരങ്ങൾ നൽകിയത്.